പൊതുവെ നമ്മൾ കളരിയിൽ പ്രത്യേകിച്ച് പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കളരി നല്ല ഏത് മാർഷൽ ആർട്സ് ആയാലും പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലോക്ക് ആദ്യമേ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നീ എന്നെ അടിക്കാൻ വരികയാണ്, ഞാനിപ്പോൾ ഒരു ലോക്ക് പഠിച്ചുകൊണ്ട് വന്നു. ഞാനിപ്പോൾ പഠിച്ചിരിക്കുന്ന ലോക്ക് ഇങ്ങനെയാണ്: നിൻ്റെ കൈയെ ബ്ലോക്ക് ചെയ്യുക, ബ്ലോക്ക് ചെയ്തിട്ട് വലത് കാല് മുന്നിൽ വെച്ചിട്ട് എൻ്റെ വലത് കൈ നിൻ്റെ ഈ ഭാഗത്തേക്കിട്ട് ഈ കൈയെ മടക്കി നിൻ്റെ ചെവിയുടെ ഭാഗത്തേക്ക് തൊട്ട് ഇത്തരത്തിൽ നിന്നെ ലോക്ക് ചെയ്യുക. ഇതായിരിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോക്ക്. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടൊക്കെ ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പൊതുവെ എല്ലാവരും ചോദിക്കും, അതിനുവേണ്ടി നിന്ന് തരുമോ, അതിനുള്ള സമയം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വിചാരം നമ്മൾ കുറച്ചുകൂടെ നല്ല ബലം പ്രയോഗിക്കണം, നമ്മൾ കുറച്ചുകൂടെ നല്ല ഫാസ്റ്റായിട്ട് ചെയ്യണം, എങ്കിൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റും, ഒരു പരിധിവരെ പറ്റും. എങ്കിലും ഞാൻ പറഞ്ഞു വരുന്ന കണ്ടന്റിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഈ ലോക്കൊന്നും നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ ലോക്ക് നമുക്കിപ്പോൾ എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല, ഇത് നമുക്ക് ചുമ്മാ മണ്ടത്തരമാണ്, മറ്റേ ആൾ അടിക്കും, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്ത പോകുന്നത് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്ത് അയാളെ പെട്ടെന്ന് ലോക്ക് ചെയ്യണം, വളരെ ഫാസ്റ്റായിട്ട് ലോക്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് അടിക്കാമെന്നോ, പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക, എന്നിട്ട് വീണ്ടും അടുത്ത് നിൻ്റെ ചെവിയിലും ബലപ്പിച്ചിട്ട് ബ്ലോക്ക് ചെയ്യുക. ഇത് നീ അത്യാവശ്യം ബലപ്പിച്ചു, നീ നല്ല ബലപ്പിച്ചു, എങ്കിലും നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചിലപ്പോൾ എന്നെക്കാളും നല്ല ആരോഗ്യമുള്ള, നീ ഇപ്പോൾ എന്നെക്കാളും നല്ല ആരോഗ്യമുള്ള ഒരാളാണ്, എനിക്ക് ചിലപ്പോൾ നിന്നെ ഇതുപോലെ ലോക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, നീ പെട്ടെന്ന് അടിക്കാൻ വേണ്ടിയിരുന്നോ, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തു, അതായത് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, എനിക്ക് ഇനി അടുത്ത് നിന്നെ ലോക്ക് ചെയ്യണം, ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വരുന്നു, നീ ബലം പ്രയോഗിച്ചോ, നല്ല ബലം പ്രയോഗിച്ചോ, എനിക്ക് നിന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കടന്ന് ബലം പ്രയോഗിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അടുത്ത് രണ്ടാമത്തെ ലോക്ക് ഇടാൻ വേണ്ടി നോക്കുന്നു. അതായത് ഞാനൊരു ലോക്ക് പഠിച്ചുകൊണ്ട് വന്നോ, നിന്നിൽ ഞാനത് അപ്ലൈ ചെയ്യാൻ നോക്കി, നീ അത് സമ്മതിക്കുന്നില്ല, നീ ബലം പ്രയോഗിക്കുന്നു, ഞാനും അവിടെ കിടന്ന് ബലം പ്രയോഗിക്കുന്നു, അപ്പോഴത്തേക്കും രണ്ടാമത്തെ കൈ കൊണ്ട് തലയിൽ അടിയിൽ നിന്ന് അങ്ങ് പോകും. അപ്പം നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ നമ്മളൊരു ലോക്കും പഠിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരാൾ അടിക്കാൻ വേണ്ടി വരുന്നു, ഞാൻ ഈ ലോക്ക് അങ്ങോട്ട് പൂട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൂടെ ഒരു ലോക്ക് ഇടുന്നു, ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് പോകും. ഇത് നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റിലോ എവിടെയും എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല യാഥാർത്ഥ്യത്തിൽ. ഇതൊക്കെ നമ്മുടെ യുക്തിപൂർവ്വം ആ സമയമാകുമ്പോൾ വരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ ലോക്ക് പഠിച്ചിരിക്കുക, ആ സമയം കിട്ടുമെങ്കിൽ മാത്രമേ ഈ ലോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ഈ ലോക്ക് ചെയ്യണം നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഇത് കൊണ്ടുവരുമ്പോൾ നീ എന്നിപ്പോൾ ബലപ്പിച്ചു, നീ ഇപ്പോൾ എനിക്ക് ലോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ബലപ്പിക്കുകയാണ്, എനിക്ക് ലോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നീ ഈ കൊണ്ടുവന്നു, ഞാൻ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കി, നീ ബലപ്പിക്കുന്നു, അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് ബലപ്പിക്കുക. അപ്പോൾ നിൻ്റെ കോൺസെൻട്രേഷൻ, നിൻ്റെ ശ്രദ്ധ മുഴുവനും വരുന്നത് ഈ കൈയിലോട്ടായിരിക്കും. രണ്ടാമത്തെ കൈയെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ല, രണ്ടാമത്തെ കൈ കൊണ്ട് എന്നെ അടിക്കണമെന്ന് നീ ചിന്തിക്കുന്ന പോലുമില്ല. കാരണം ഞാൻ ബലം പ്രയോഗിക്കുമ്പോൾ നിൻ്റെ കോൺസെൻട്രേഷൻ എനിക്ക് ലോക്ക് ഇടാൻ വേണ്ടി നിന്ന് തരരുത്, പൂട്ടാൻ പറ്റരുത്, ഈ കൈ മുഴുവനായിട്ട് നീ നിൻ്റെ മാക്സിമം പവർ കൊടുക്കും. ആ സമയത്ത് നിൻ്റെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ ഒരു കാര്യം പഠിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ലോക്ക് പറഞ്ഞു തന്നു, നീ എൻ്റെ ഒരു ലോക്ക് പഠിച്ചിട്ട് പോയി ഒരാളിനെ അപ്ലൈ ചെയ്യാൻ നോക്കുന്നു, അവിടെ കിടന്ന് കുറേ നേരം ആ ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ബലം പ്രയോഗിക്കാൻ നിൽക്കരുത്, ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ബലം പ്രയോഗിക്കാൻ നിൽക്കരുത്, പഠിച്ച ലോക്ക് തെറ്റിപ്പോയി, പഠിച്ച ലോക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മറ്റേ വന്ന് തലയിലടിച്ചിട്ട് അങ്ങ് പോവും. ആ നിൽക്കാതെ നമ്മുടെ പണി പാളിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കരുത്, അടുത്ത പ്രയോഗം ചെയ്യുക, അങ്ങ് പോവുക എന്ന് പറഞ്ഞ് റോഡിൽ പോയിട്ട് പ്രയോഗം ചെയ്യണമെന്നോ സ്കൂളിൽ പോയിട്ട് പ്രയോഗം ചെയ്യണമെന്നോ നാട്ടുകാരടുത്ത് പിടലിൽ കയറണമെന്നല്ല. നമ്മൾ ഈ മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ നമ്മൾ കാണാതെ സെൽഫ് ഡിഫെൻസ് ഒരു കാര്യവും പഠിച്ചുകൊണ്ട് പോകും. അത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണമെന്നും കൂടെ അറിയണം. കൂടുതലും ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഒരു ക്ലാസ് കിട്ടും. സംഭവം ഇതാണ്, പിന്നിൽ നിന്ന് പിടിച്ചോ, ജസ്റ്റ് ഒന്ന് പിന്നിൽ നിന്ന് പിടിച്ചു. സെൽഫ് ഡിഫെൻസിൻ്റെ ക്ലാസ് ഇങ്ങനെ ആയിരിക്കും, നേരെ ഈ കയ്യെ പിടിക്കുക, അല്ലെങ്കിൽ നേരെ ഇങ്ങനെ അങ്ങ് തിരിയുക, എന്നിട്ട് ഒരു അടി കൊടുക്കുക, ഇല്ലെങ്കിൽ കയ്യിൽ പിടിച്ചു, കൈ ഏതാ ഇങ്ങനെ പിടിച്ചങ്ങ് പതിയെ വലിക്കുക, ഈ കൈ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ വലിക്കുക, അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് മറുകയിൽ പിടിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള പ്രയോഗങ്ങൾ പഠിക്കും. നമ്മൾ ഈ പോകുമ്പോൾ മറയിൽ പിടിക്കാൻ നേരത്ത് അയാളും രണ്ടാമത്തെ കൈ ഉപയോഗിച്ച് ബലപ്പിച്ചോ, ഈ രണ്ട് കൈയും, ഒറ്റ കൈ എനിക്ക് നിൽക്കില്ല, എൻ്റെ കൈയെ സിമ്പിളായിട്ട് ആക്രമിക്കാം. ഇനി ഒരു സ്ത്രീ, അതായത് ഒരു പെൺകുട്ടി ഒരു പുരുഷനുമായിട്ട്, നല്ല ആരോഗ്യമുള്ള ഒരു പുരുഷനോട് കായികമായിട്ട് ബലം പ്രയോഗിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം കാണാതെ പഠിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം 100% വിശ്വാസത്താൽ പോകുമ്പോൾ ആ പണി പാളിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാതെ വട്ടപൂജ്യമാവും. അപ്പോൾ ഇങ്ങനെ പണി പാളി നിൽക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചോ, അടുത്ത് നിൽക്കുമ്പോൾ പിറകിലോട്ടൊരു കുത്തുകുത്തണം, എത്തുന്നില്ല, അടുത്ത് ഈ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു വെട്ട് കൊടുക്കണം. അപ്പോൾ വെട്ടാൻ നേരത്ത് മറ്റേ അറിയാം, ബ്ലോക്ക് ചെയ്തോ, രണ്ടാമത്തെ കൈ കൊണ്ട് ഇതിനെ ജസ്റ്റ് ബ്ലോക്ക് ചെയ്തോ. ഒരു പണിയും അറിയാതെ നമ്മൾ പാകെ അറിയാവുന്ന ടെക്നിക്കെല്ലാം നമ്മൾ പൊളിഞ്ഞ് അവരുടെ മുന്നിൽ കീഴടങ്ങി 0 ആയിട്ട് നിൽക്കുന്നതിനേക്കാളും നമ്മൾ എന്തെങ്കിലുമൊക്കെ 1-2 കാര്യം മാത്രം പഠിച്ചിട്ട് ഒരാളുടെ അടുത്ത് ഷോയ്ക്ക് ഇറങ്ങുകയോ ഒരാളുടെ അടുത്ത് നമ്മൾ ബലപ്രയോഗം നടത്തുന്നതിനേക്കാളും നല്ലത് അടിക്കാമെന്നോ. നമുക്ക് എന്തെങ്കിലും ഒന്ന് പണി പാളി, ഇപ്പോൾ എൻ്റെ തലയിൽ വരേണ്ട അടിയാണ്, പണി പാളി, ജസ്റ്റ് ഒന്ന് ഒഴിഞ്ഞു മാറി ഏൽപ്പിക്കാം. ഇതേ രീതിയിൽ അടുത്ത ടെക്നിക്ക് കൂടെ പഠിച്ചിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ ഈ കൈയുടെ തന്നെ ഇതാ കയ്യിൽ പിടിച്ചു, ഞാൻ പിടിച്ചു, രണ്ടാമത്തെ കണ്ട് പിടിച്ചോ,
അടുത്ത് ഞാൻ രണ്ടാമത്തെ കൈ കൊണ്ട് എത്തുന്ന മുമ്പേ ഈ കൈ ഓടിക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരു സ്ത്രീ, അതായത് ഒരു പെൺകുട്ടി കിടന്ന കൈയും കാലിട്ട് അടിക്കുന്നതിന് ലിമിറ്റുണ്ട്. അപ്പോഴത്തേക്ക് അടുത്ത ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാം. ഇടത്തെ കാല് ഫ്രണ്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മറ്റേ ആളുടെ അടുത്തോട്ട് കയറാം. ഇതാ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടെക്നിക്കുകൾ നമ്മൾ അടുത്ത ലെവൽ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് പാളിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഷോൾഡറിലോട്ട് പിടിക്കുന്നു, ഞാനിതാ പിടിച്ചു. രണ്ടാമത് വെട്ടാനായിട്ടിരുന്നു, രണ്ടാമത്തെ കൈയും പിടിച്ചു. എനിക്കടുത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെതാ ഇടത്തെ കാല് മുന്നിലോട്ട് വെച്ചു. ഇതാ ഒന്ന് പോയാൽ അടുത്ത ടെക്നിക്ക് അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരു ലോക്ക് പഠിച്ചിട്ട് 2-3 ടെക്നിക്കുകൾ മാത്രം പഠിച്ചിട്ട് ഞാൻ ഭയങ്കര കളരിയാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ 2 പരീക്ഷിക്കാമായിരുന്നു, ഒരു ലോക്കിട്ട് പരീക്ഷിക്കാമായിരുന്നു, 2 ഇടി കൊടുക്കുക എന്ന മനോഭാവം മാറണം. ഈ മനോഭാവം എല്ലാം മാറിയിട്ട് നമ്മൾ നല്ല അറിയാവുന്ന ഒരാളുടെ മുമ്പിൽ പെടുമ്പോൾ നമുക്കും തിരിച്ച് പണി കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്നും കൂടെ ചിന്തിക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചിരിക്കുന്നതിനേക്കാളും വീണ്ടും വിദ്യകളുണ്ട്. അപ്പോൾ ഞാനൊരു ലോക്ക് ഇങ്ങനെ ചെയ്യും, അയാൾ അതിനെ മറികടന്ന് ഞാൻ അടുത്ത് എന്ത് ചെയ്യുന്നു കൂടെയൊക്കെ ചിന്തിച്ചിരിക്കണം. യുക്തിപൂർവ്വം ഓൺ ദി സ്പോട്ട് നമുക്കിതൊക്കെ വർക്ക് ചെയ്യണം. ആ രീതിയിലുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളുടെ അടുത്ത് ഇതൊക്കെ പ്രയോഗിക്കാൻ നിൽക്കാവൂ. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിനക്ക് ആ ലോക്ക് ഇടാൻ അറിയാമോ, നിനക്കത് ചെയ്യാൻ പറ്റുമോ, നീ ഇതുപോലെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ പരീക്ഷിക്കാൻ വരുന്നത് 2 രീതിയിലുള്ള മൈൻഡാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ ഇതിനോട് ആഗ്രഹം തോന്നിയിട്ട്, നമ്മുടെ കഴിവ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വിദ്യകൾ കണ്ടിട്ടോ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അത് പഠിക്കണമെന്ന ആഗ്രഹത്തോടെ, അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടെ വരുന്ന ഒരു വിഭാഗം ആൾക്കാർ. രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ, അവൻ്റെ അത് വലിയ സംഭവമൊന്നുമില്ല, അയാളെ ഇങ്ങനെ ചെയ്യാം, അയാളെ ഞാൻ ഇങ്ങനെ മലത്തിയടിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്നിട്ട് അതിനെ ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചുകൊണ്ട്, അതിന് മുകളിൽ ചിന്തിച്ചുകൊണ്ട് നമ്മളെ എങ്ങനെ നിസ്സാരനാക്കാം, അല്ലെങ്കിൽ നമ്മളെക്കാളും മുകളിൽ എങ്ങനെ വരാമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളോട് പരീക്ഷിക്കാനായിട്ട് ചോദിക്കുന്ന ആൾ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ലോക്ക് നിനക്ക് ഇടുകയാണ്, ജസ്റ്റ് ലോക്ക് ഇടാൻ വരുമ്പോൾ നീ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ് ലോക്ക് ഇടുന്നതെന്ന്. അപ്പോൾ നീ പഠിക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നീ എനിക്ക് കൈ വച്ച് തരും. ഞാൻ ലോക്ക് ഇടുന്നത് എങ്ങനെയാണ് മനസ്സിലാകും. ജസ്റ്റ് ബലം വെച്ചിട്ട് നിന്നോ, അല്ല ബലപ്പിക്കേണ്ട, ലൂസാക്കി നിന്നോ. ബലപ്പിച്ച് കഴിഞ്ഞാലും വേറെ ടെക്നിക്കുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും തോന്നും ബലപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാം തീർന്നല്ലോ, നീ ബലപ്പിച്ചോ. ഇല്ലെങ്കിൽ വിചാരിക്കും നീ നല്ല ബലപ്പിച്ചുണ്ട്, ലോക്കിടാൻ പറ്റില്ലെന്നായിരിക്കും വിചാരം. ഇത്രയും ബലവും കൊടുക്കേണ്ട, കാലിൻ്റെ ഒരു പൊസിഷൻ കൂടെ മാറ്റിയാൽ മതി. ഈ നിൽക്കുന്ന പൊസിഷൻ എന്താ, ഞാൻ നിൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ നേർക്ക് വയ്ക്കുകയാണ്. നിൻ്റെ കാലിൻ്റെ മുട്ട് എൻ്റെ കാലിൻ്റെ പെരുവിരലുമായിട്ട് കണക്ട് ചെയ്തു. നിൻ്റെ കൈയുടെ മുട്ട് എൻ്റെ കാലിൻ്റെ പെരുവിരലുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ഞാനിതാ. ഓക്കെ, ഇനി നിൻ്റെ ചെവി നിൻ്റെ നേർക്ക്, നിൻ്റെ കൈ നിൻ്റെ ചെവിയുടെ നേർക്ക്. അപ്പോൾ ഒരു സംശയം തോന്നും, നിൻ്റെ കൈമുട്ട എൻ്റെ നേർക്ക് വരുമെന്നൊരു സംശയം തോന്നും. ഒന്ന് വരുത്താൻ പറ്റുമോ? എളുപ്പമായി. അപ്പോൾ വിദ്യകൾ കുറേ ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ഓരോ ക്ലാസ്സായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കും. അപ്പോൾ നീ ബലം പ്രയോഗിക്കുന്ന കാണുമ്പോൾ ഇനി ബലത്തിനെ കൊല്ലാനുള്ള വിദ്യകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സംഭവം തന്നെയായാലും ഈ പറയുന്നതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് അടിക്കോ, നീ ബലം പ്രയോഗിക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട നീ ബലം പ്രയോഗിക്കുന്നില്ല, ലൂസ്. അപ്പോൾ ഞാൻ സാധാരണ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരാൾ, എന്നിൽ നിന്നും ഒരു വിദ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, നീ ഇപ്പോൾ കളിയായിട്ട് യാതൊരു ബന്ധവുമില്ല, നിനക്കിപ്പോൾ എൻ്റെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള എങ്ങനെ കാണാൻ താല്പര്യമുള്ള ഒരാൾ നമ്മൾ ലോക്ക് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ വച്ചിരും. നമുക്ക് സിമ്പിളായിട്ട് ലോക്ക് ഇടാൻ പറ്റും. എന്നാൽ താല്പര്യമില്ല, നമ്മൾ പരീക്ഷിക്കാൻ വരുന്ന ഒരാളാണെങ്കിലോ വെച്ചിരില്ല, നല്ല ബലപ്പിക്കും. അപ്പോൾ നമ്മളവിടെ കിടന്ന് ഇങ്ങനെ ബലം പ്രയോഗിച്ചിട്ട് ചുമ്മാ നാണം കെടാൻ പോകുന്നതിനേക്കാളും നമ്മളടുത്ത് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളടുത്ത് ചോദിക്കുന്ന ആളുടെ മനസ്സ് ആദ്യം നോക്കണം. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ ചുമ്മാ ബലപ്രയോഗത്തിന് പോകരുത്. ബലപ്രയോഗത്തിന് പോകുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളെ കളരിക്ക് ചീത്തപ്പേര് വരാത്ത രീതിയിൽ അവൻ ബലം പ്രയോഗിക്കുന്നു, പറ്റുന്നില്ല, നമ്മളിപ്പോൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവൻ ജയിച്ചു, നമ്മളെ നാണക്കേടായി. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ കളരിക്ക് ചീത്തപ്പേരാണ്. കളരി എന്നല്ല, ഏത് മാർഷൽ ആർട്സിനും ചീത്തപ്പേരാണ്. അടുത്ത വിദ്യ പ്രയോഗിക്കാൻ അറിയാമെങ്കിൽ മാത്രം, ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചതുപോലെ അടുത്ത വിദ്യകൾ പ്രയോഗിക്കാൻ അറിയാമെങ്കിൽ മാത്രം ലോക്കിടാൻ പോവുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കഴിയുന്നത് പ്രയോഗിക്കരുത്, ഇതൊന്നും ചെയ്യാൻ പാടില്ല, പാപമാണ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ മാത്രം നമ്മൾ പരീക്ഷിക്കുന്നവരുടെ അടുത്ത് ചെയ്യാൻ പോവുക. ഇനി അല്ല, ഇതൊക്കെ എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ വന്ന് നമുക്ക് ജസ്റ്റ് അയാൾ ബലപ്പിക്കുകയൊന്നുമില്ല, കാര്യം എന്താണെന്നുള്ളത് നൈസായിട്ടൊക്കെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ട് അങ്ങ് പോവാം. അപ്പോൾ നമ്മളെ 2 രീതിയിലാണ് ആൾക്കാർ സമീപിക്കുന്നത്. ഒന്ന്, നമ്മളെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരാളുണ്ട്. ഒന്ന്, നമ്മളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പഠിക്കാനായിട്ട് വരുന്ന ആൾക്കാർക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല, അയാൾ വലിയ പ്രശ്നക്കാരനല്ല. പക്ഷെ നമ്മൾ പരീക്ഷിക്കാൻ വരുന്ന ആൾ പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് തന്നെ ബലപ്രയോഗത്തിന് പോകരുത്, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകരുത്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ ഒരു ലോക്ക്ഡൗൺ പോയുന്നുണ്ട്, അവർ ബലപ്പിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നോട് ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ലോക്ക്ഡൗൺ വേണ്ടി പോകുന്നു, മറ്റൊന്ന് തലയിലോട്ട് തട്ടം തന്നിട്ട് പതുക്കൊന്ന് തട്ടിയോ തലയിലോട്ട് തട്ടം തന്നിട്ട് അതങ്ങ് പോവുകയാണ്. നമുക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നേക്കാളും നല്ല ബലം ഉണ്ടാകണമെങ്കിൽ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ലോക്ക്ഡൗൺ പോകണം. ഇല്ല എങ്കിൽ നമ്മൾ ലോക്ക്ഡൗൺ പോകരുത്.
ഇപ്പം നീ ബലപ്പിച്ചോ. ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ നീ പിടിച്ചിരുന്നു, എനിക്കിതാ ബലപ്പിക്കും, നീയും ബലപ്പിക്കും, നല്ല പാടാണ്. പക്ഷേ അടിക്കോ, ബ്ലോക്ക് ചെയ്തു. സിമ്പിളായിട്ടാണ്. ഇതാ വച്ചു. കാലിൻ്റെ പൊസിഷനിലൊക്കെ വ്യത്യാസമുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ഫീൽ ചെയ്യുന്നുണ്ടല്ലോ? ഓക്കെ, എത്ര പവർ എടുത്തു കഴിഞ്ഞാലും ചെറിയ ചെറിയ ബോഡിയുടെ മൂവ്മെൻറ്റ്സിൽ ചെയ്യാൻ പറ്റും. അത് ഫീൽ ചെയ്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ പറ്റൂ. വീഡിയോ കണ്ട് പഠിക്കുക, ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ കുറേ സംശയം വരും, ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നൊക്കെ തോന്നും. അതൊക്കെ നേരിട്ട് പഠിച്ചാൽ മാത്രം മനസ്സിലാവുന്ന സംഭവം. അപ്പോൾ എന്തായാലും ഒറ്റ കാര്യം ഓർമ്മ ചെയ്യുക, ലോക്ക് എന്ന് പറയുന്നത് 1 or 2 ലോക്ക് പഠിച്ചിട്ട് എന്തെങ്കിലും കുറച്ച് പഠിച്ചിട്ട് ഒരിക്കലും ഷോ ഇറക്കാൻ പറ്റിയ ഐറ്റം അല്ല. ഒന്നിന് മുകളിൽ വീണ്ടും അടുത്ത തലങ്ങളിലേക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ലോക്കുകൾ.